40 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ വരെയായിരുന്നു കഴിഞ്ഞ വർഷം ഹജ്ജ് സമയത്തുണ്ടായിരുന്ന താപനില. അത് മറികടന്ന് നിരവധി പേരാണ് അനധികൃതമായി ഹജ്ജിനെത്തിയത്. അന്ന് ഹജ്ജിൽ മരണപ്പെട്ടത് 1000-ലേറെ പേരാണ്. ഇതിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് ഇത്തവണ വളരെ നേരത്തെ ഹജ്ജുമായി ബന്ധപ്പെട്ട നിയന്ത്രണങ്ങൾ നടപ്പാക്കുകയാണ് സൗദി അറേബ്യ. ഇന്ന് സൗദിയിലേക്ക് ഉംറയ്ക്കായുള്ള അവസാന വിദേശ സംഘം എത്തും. ഏപ്രിൽ 29-നകം എല്ലാ ഉംറക്കാരും സൗദിയിൽ നിന്നും മടങ്ങിപ്പോകണം. ഒപ്പം മക്കയിലേക്കും കൂടുതൽ നിയന്ത്രണങ്ങൾ എത്തുകയാണ്. എന്തൊക്കെയാണ് ഈ ആഴ്ചയും വരുന്ന ദിവസങ്ങളിലുമെല്ലാം തന്നെ വരാൻ പോകുന്ന സൗദിയിലെ നിയന്ത്രണങ്ങൾ? ഹജ്ജിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. മാസപ്പിറവിയുടെ അടിസ്ഥാനത്തിലാണ് ഹജ്ജ് കർമ്മങ്ങളുടെ തീയതിയിൽ കൃത്യത വരിക. എങ്കിലും ജൂൺ 1-നും 10-നും ഇടയ്ക്കുള്ള തീയതികളിലായിരിക്കും ഹജ്ജ് കർമ്മങ്ങൾ. മുൻ വർഷത്തെ ഹജ്ജിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മരണങ്ങളും കാലാവസ്ഥയും എല്ലാം കണക്കിലെടുത്ത് കർശനമായ നിയന്ത്രണങ്ങൾ ഇത്തവണ നേരത്തെയുണ്ട്. ഈ മാസം മുതൽ പ്രാബല്യത്തിലാകുന്ന നിയന്ത്രണങ്ങൾ തീയതികളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ വിശദമാക്കുകയാണ്. ഇന്നാണ് ഉംറ തീർത്ഥാടനത്തിന് വിദേശികൾക്ക് പ്രവേശിക്കാനുള്ള അവസാന തീയതി. ഇനി ഹജ്ജ് കഴിയും വരെ വിദേശത്ത് നിന്നും പുതിയ ഉംറ തീർത്ഥാടകർക്ക് സൗദിയിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ല. ഉംറ വിസയിൽ ഇതിനകം എത്തിയവരെല്ലാം ഏപ്രിൽ 29-നകം സൗദിയിൽ നിന്ന് മടങ്ങിയിരിക്കണം. ഈ തീയതിക്ക് ശേഷം സൗദിയിൽ തുടരുന്നവർക്ക് കനത്ത ശിക്ഷ ലഭിക്കും. 1 ലക്ഷം റിയാൽ പിഴ ശിക്ഷയിൽ ഉൾപ്പെടുന്നു. കൂടാതെ നാടുകടത്തലും നേരിടേണ്ടി വരും. ഈ നിയമം എല്ലാ ഉംറ തീർത്ഥാടകർക്കും ബാധകമാണ്. ഉംറ തീർത്ഥാടകരെ കൊണ്ടുവരുന്ന സർവീസ് കമ്പനികൾക്കും നിയന്ത്രണം ബാധകമാക്കിയിട്ടുണ്ട്. ഈ കമ്പനികൾ നിയമം ലംഘിച്ചാൽ അവർക്കെതിരെ നടപടിയുണ്ടാകും. സൗദി ആഭ്യന്തര മന്ത്രാലയം ഇക്കാര്യം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്. ഉംറക്കെത്തുന്നവർ മക്കയിൽ തങ്ങി ഹജ്ജിന് അനധികൃതമായി പ്രവേശിക്കാൻ ശ്രമിക്കുന്നത് തടയാനാണ് ഈ നിയന്ത്രണങ്ങൾ എല്ലാം. ഉംറ കമ്പനിയെ കബളിപ്പിച്ച് തീർത്ഥാടകർ നാട്ടിലേക്ക് മടങ്ങിയില്ലെങ്കിൽ ഉംറ കമ്പനിക്ക് അവരെ ഹുറൂബ് അഥവാ സ്പോൺസർഷിപ്പിൽ നിന്നും ഒളിച്ചോടിയതായി ആഭ്യന്തര മന്ത്രാലയത്തിലേക്ക് റിപ്പോർട്ട് ചെയ്യാം. ഇതോടെ ഇവർക്ക് അറസ്റ്റ് ഉൾപ്പെടെ നടപടിയുണ്ടാകും. ഇതിനാൽ ഏപ്രിൽ 29-ന് മുന്നേ തന്നെ ഉംറക്കാർ മടങ്ങിയിരിക്കണം. സൗദിയിൽ കഴിയുന്ന പ്രവാസികൾക്കും സൗദികൾക്കുമെല്ലാം ഈ തീയതി ബാധകമാണ്. ഏപ്രിൽ 29, 2025 മുതൽ ജൂൺ 10 വരെ നുസൂക്ക് പ്ലാറ്റ്ഫോം വഴി ഉംറ പെർമിറ്റുകൾ നൽകില്ല. ഈ നിയന്ത്രണം സൗദി പൗരന്മാർക്കും GCC രാജ്യങ്ങളിലുള്ളവർക്കും സൗദിയിൽ താമസിക്കുന്നവർക്കുമെല്ലാം ബാധകമാണ്. ഈ വർഷം ഉംറ തീർത്ഥാടകരോട് നേരത്തെ മടങ്ങാൻ ആവശ്യപ്പെടുകയാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. കഴിഞ്ഞ വർഷങ്ങളിൽ ദുൽഖഅദ് മാസം അവസാനം വരെ തീർത്ഥാടകർക്ക് തങ്ങാൻ അനുവാദമുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ വർഷം, അതായത് 2024-ലെ ഹജ്ജിൽ 1300-ലധികം പേർ കൊടും ചൂടിൽ മരിച്ച സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ വർഷം ഹജ്ജ് ഒരുക്കങ്ങൾ നേരത്തെ തുടങ്ങുകയാണ്. ഏപ്രിൽ 23, 2025 മുതൽ സൗദിയിൽ താമസിക്കുന്നവർ പോലും മക്കയിലേക്ക് പ്രവേശിക്കാൻ പ്രത്യേക അനുമതി നേടണം. ഈ പെർമിറ്റ് ഇല്ലാത്തവരെ മക്കയിലേക്ക് കടത്തിവിടില്ല. അവരെ ചെക്ക് പോസ്റ്റിൽ വെച്ച് മടക്കി അയക്കും. മക്കയിൽ നിന്ന് ഇഖാമ ഇഷ്യൂ ചെയ്തവർക്കോ മാത്രമാകും പ്രവേശനം. ഇതിനുള്ള പെർമിറ്റുകൾ അബ്ഷിർ ഇൻഡിവിജ്വൽസ് പ്ലാറ്റ്ഫോം വഴിയോ മുക്കീം പോർട്ടൽ വഴിയോ ലഭ്യമാകും. ഏപ്രിൽ 29, 2025 മുതൽ ഹജ്ജിന്റെയോ ജോലിയുടെയോ പെർമിറ്റ് ഇല്ലാത്തവർക്ക് മക്കയിൽ താമസിക്കാൻ കർശന നിയന്ത്രണങ്ങൾ ഉണ്ടാകും. അനധികൃതമായി ആളുകളെ താമസിപ്പിക്കുന്ന കെട്ടിട ഉടമകൾ, ഹോട്ടലുകൾ എന്നിവരുടെ പെർമിറ്റ് റദ്ദാക്കും. കനത്ത പിഴയും ശിക്ഷയും താമസിക്കാൻ സഹായിക്കുന്നവർക്ക് ഉണ്ടാകും. സന്ദർശക, ടൂറിസം, ബിസിനസ് വിസകൾക്കും കർശന നിയന്ത്രണങ്ങൾ ഇത്തവണ സൗദി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 14 മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങൾക്ക് സന്ദർശക വിസക്കായി അനുവദിച്ചിരുന്ന മൾട്ടിപ്പിൾ എൻട്രി വിസകൾക്കുള്ള നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇവയിലെ സ്റ്റാമ്പിങ്ങിലുള്ള നിയന്ത്രണവും തുടരുകയാണ്. ഇത് ഹജ്ജ് സമയങ്ങളിൽ കർശനമാക്കും. ഇന്ത്യക്കാർ ഉൾപ്പെടെയുള്ളവർക്ക് കഴിഞ്ഞ മാസം മുതൽ തന്നെ ഈ നിയന്ത്രണം പലപ്പോഴായി അനുഭവപ്പെട്ടിട്ടുണ്ട്. ഇതിനകം വിസ ലഭിച്ചവരും സൗദിയിൽ പ്രവേശിച്ചവരും അബ്ഷീർ വഴി വിസയുടെ കാലാവധി പരിശോധിക്കണം. ഉംറക്കാർക്ക് ഇത് ബാധകമല്ല. അവരെല്ലാവരും തന്നെ ഏപ്രിൽ 29-നകം മടങ്ങിയിരിക്കണം. മറ്റു വിസകളിലുള്ളവർ അബ്ഷീർ വഴി പരിശോധിച്ച് അവസാന തീയതിക്കകം മടങ്ങണം. ഇല്ലെങ്കിൽ പിഴയും പ്രവേശന വിലക്കും നേരിടേണ്ടി വരും. വിസയുടെ കാലാവധി അവസാനിക്കാനായവർക്ക് അവ കൃത്യസമയത്ത് അബ്ഷീർ വഴി പുതുക്കാം. പുതുക്കിയാൽ സൗദിയിൽ തുടരുകയും ചെയ്യാം. ഈ നിയമം ബിസിനസ് വിസ ഉള്ളവർക്കും ബാധകമാണ്. എല്ലാത്തിനും അബ്ഷീർ വഴി പരിശോധിച്ച് കാലാവധി ഉറപ്പുവരുത്തുകയാണ് സുരക്ഷിതം. കഴിഞ്ഞ വർഷം അനധികൃതമായി ഹജ്ജിന് എത്തിയവർ കൊടും ചൂടിൽ മരിച്ചിരുന്നു. 1300-ലധികം പേരുടെ മരണം സൗദി ആരോഗ്യ മന്ത്രാലയം അന്ന് പുറത്തുവിട്ടു.
2024 ജൂണിൽ നടന്ന ഈ ഹജ്ജിൽ മക്കയിലെ താപനില 45 മുതൽ 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും അനധികൃത ഹാജിമാരായിരുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന വസ്തുത. സൗദി അധികൃതരുടെ കണക്കനുസരിച്ച് മരിച്ച 1300-ൽ 83% പേർക്കും ഹജ്ജ് പെർമിറ്റ് ഇല്ലായിരുന്നു. ഈ തീർത്ഥാടകർ ടൂറിസ്റ്റ് വിസയിലോ മറ്റ് വിസകളിലോ എത്തി അനധികൃതമായി ഹജ്ജ് ചടങ്ങുകളിൽ പങ്കെടുത്തു. അവർക്ക് സൗദി സർക്കാർ നൽകുന്ന താമസം, ഭക്ഷണം, വെള്ളം, മെഡിക്കൽ സൗകര്യങ്ങൾ എന്നിവ ലഭ്യമാകില്ല. ഇതാണ് നിർജ്ജലീകരണത്തിനും മരണത്തിനും കാരണമായത്. ഇതുകൊണ്ട് തന്നെയാണ് പെർമിറ്റ് ഇല്ലാതെ മക്കയിലേക്ക് പ്രവേശിക്കരുത് എന്ന് ആഭ്യന്തര മന്ത്രാലയം ആവർത്തിച്ച് വ്യക്തമാക്കുന്നതും. സൗദി ആരോഗ്യ മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പ്രകാരം മരിച്ചവരിൽ വിവിധ രാജ്യക്കാരുണ്ട്. ഈജിപ്ത്, ഇന്തോനേഷ്യ, ഇന്ത്യ, പാകിസ്ഥാൻ, നൈജീരിയ, ബംഗ്ലാദേശ് പൗരന്മാരാണ് മരിച്ചവരിൽ ഏറെയും. ഇവരിൽ തന്നെ ഈജിപ്തുകാരായിരുന്നു കൂടുതൽ. മരിച്ച ഈജിപ്തുകാരിൽ 90%-ലേറെ അനധികൃത ഹാജിമാരായിരുന്നു. ഇത്തവണ ഈ രാജ്യങ്ങൾക്കെല്ലാം തന്നെ വിസ നിയന്ത്രണം ഏർപ്പെടുത്തിയതിനും കാരണം ഇതാണെന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ജൂൺ 10-ന് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തിയാകും. ആ ദിനത്തിന് ശേഷം സൗദിയിലുള്ളവർക്ക് ഉംറക്കായി വീണ്ടും മക്കയിലേക്ക് പ്രവേശിക്കാം. ഉംറ വിസകളും ജൂൺ 10-ന് ശേഷം അനുവദിച്ചു തുടങ്ങും. സന്ദർശക വിസകളിലുള്ളവരുടെ നിയന്ത്രണവും ഇതിനുശേഷം നീങ്ങുമെന്നാണ് പ്രതീക്ഷ.